തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ രക്തക്കുഴൽ സംബന്ധ ചികിത്സകൾ മൂന്നാം ദിവസവും മുടങ്ങി. രോഗികളെ മറ്റ് ആശുപത്രികളിലേക്ക് റഫർ ചെയ്യുന്നത് തുടരുകയാണ്. അടിയന്തര പരിഹാരം കാണുമെന്ന് അധികൃതർ ഉറപ്പ് നൽകിയിട്ടും നടപടികൾ വൈകുകയാണ്. രക്തക്കുഴൽ സംബന്ധിച്ച ചികിത്സയ്ക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടങ്ങിയ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിന്റെ പ്രവർത്തനം മൂന്നാം ദിവസവും തടസ്സപ്പെട്ടു. 3 വർഷം മുൻപാണ് റേഡിയോളജി വിഭാഗം മെഡിക്കൽ കോളേജിൽ പ്രവർത്തനം ആരംഭിച്ചത്. ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തതും ഉപകരണങ്ങളില്ലാത്തതുമാണ് ചികിത്സ മുടങ്ങാൻ കാരണം. കോടിക്കണക്കിന് രൂപയാണ് ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന കമ്പനിക്ക് ആരോഗ്യവകുപ്പ് നൽകാനുള്ളത്. സാങ്കേതികവിദ്യ വശമുള്ള ഡോക്ടർമാരെ നിയമിക്കുന്നതിലും ഗുരുതര അനാസ്ഥയാണ് വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. സാധാരണക്കാരുടെ ആശ്രയമാണ് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികൾ. സൗജന്യ ചികിത്സ തേടി എത്തുന്നവരെ സ്വകാര്യ ആശുപത്രികളിലേക്ക് റഫർ ചെയ്യുകയാണ് നിലവിൽ. 2 ലക്ഷം രൂപയോളമാണ് സ്വകാര്യ ആശുപത്രികളിൽ രക്തക്കുഴൽ സംബന്ധിച്ച ചികിത്സകളുടെ ചിലവ്. ജനം, തിരുവനന്തപുരം.